ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ UAE ഒമാനെ നേരിടും. വൈകിട്ട് 5:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് ഹോങ്കോങ് ആണ് എതിരാളികൾ. രാത്രി 8 മണിക്കാണ് മത്സരം. വനിതാ ഏകദിന പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് തോൽവിയോടെ തുടക്കം. ഓസീസ് 8 വിക്കറ്റിന് ഇന്ത്യയെ തോൽപ്പിച്ചു. ഇന്ത്യയുടെ 281 റൺസ് ഓസ്ട്രേലിയ 35 പന്തുകൾ ശേഷിക്കെ മറികടന്നു. പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ നടക്കും. ഓസ്ട്രേലിയ A ടീമിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ A ടീമിനെ പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിൽ രജത് പാട്ടീദാറും 2-3 മത്സരത്തിൽ തിലക് വർമ്മയും ഇന്ത്യ A ടീമിനെ നയിക്കും. അഭിഷേക് ശർമ്മ, റിയാൻ പരാഗ്, രവി ബിഷ്ണോയ്, അർഷ്ദീപ് സിംഗ്, പ്രിയാംഷ് ആര്യ തുടങ്ങിയവർ ഒക്കെ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വേഗരാജാവായി ജമൈക്കയുടെ ഒബ്ലിക് സെബില്ലെ 9.77 സെക്കൻഡിലാണ് ഒബ്ലിക്കിന്റെ നേട്ടം. 2016 ഉസൈൻ ബോൾട്ടിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ജമൈക്കൻ താരമാണ് ഒബ്ലിക്. ജമൈക്കയുടെ തന്നെ കിഷെയ്ൻ തോംസൺ വെള്ളി നേടിയപ്പോൾ ഒളിമ്പിക് ചാമ്പ്യൻ നോഹ ലൈൽസ് 3-ാം സ്ഥാനത്തായി. വനിതകളിൽ അമേരിക്കൻ താരം മെലിസ ജെഫേഴ്സൺ ചാമ്പ്യനായി. പത്ത് വർഷത്തിന് ശേഷം ദുലീപ് ട്രോഫി സ്വന്തമാക്കി മധ്യമേഖല. ഫൈനലിൽ ദക്ഷിണ മേഖലയെ അനായാസം മറികടന്നാണ് കിരീട നേട്ടം. 6 വിക്കറ്റിനാണ് മധ്യമേഖല ദക്ഷിണ മേഖലയെ മറികടന്നത്. IPL കിരീട നേട്ടത്തിന് പിന്നാലെ നായകനായി രജത് പട്ടിദാറിന്റെ 2ാം കിരീടം കൂടിയാണ് ദുലീപ് ട്രോഫി.